ഡിഗ്രിയുടെ CRGയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. 15ാമത്തെ ചോദ്യം അങ്ങനെയാണ്. ഡിഫൈൻ കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്? അത് നിർവചിക്കുക. അത്രയുള്ളൂ ചോദ്യം. നമുക്ക് അത്രമാത്രം ഉത്തരം നൽകിയാൽ മതി. കോർപ്പറേറ്റ് ഗവേണൻസ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. ഒരു കമ്പനി ഡയറക്റ്റ് ചെയ്യപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതുമായിട്ടുള്ള റൂൾസ്, പ്രാക്ടീസസ്, പ്രോസസ്സ്, ഇതിനെ എല്ലാത്തിനെയും ഗവേൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It involves the relationship among the company's management, its board of directors, its shareholders and its stakeholders, and provides a framework for achieving the company's objectives. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ഓഹരി ഉടമകൾ, കമ്പനിയുടെ മറ്റ് ഗുണഭോക്താക്കൾ, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്പനിയുടെ സപ്ലയേഴ്സും കമ്പനിയുടെ കസ്റ്റമേഴ്സും എംപ്ലോയീസും എല്ലാം ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതിനകത്ത് വരും. കമ്പനിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാർ. പക്ഷെ കമ്പനി നല്ലതായി നിലനിൽക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടുന്ന ഗുണഭോക്താക്കൾ, അവരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെല്ലാവരും ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ മാനേജ് ചെയ്യല്. ആൻഡ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അച്ചീവിങ് ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഒരു ചട്ടക്കൂട് പ്രദാനം ചെയ്യുക. ഇതൊക്കെയാണ് ഇത് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ കണക്ക് ബോധിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ട്. ശരിക്കും നമ്മുടെ ചോദ്യത്തിൽ ഡിഫൈൻ എന്ന് മാത്രമേ ഉള്ളൂ, ആ ഡെഫിനേഷൻ മാത്രം പറഞ്ഞാൽ മതി കോർപ്പറേറ്റ് ഗവർണൻസിന്റെ. ഇനി പക്ഷേ ഭാവിയിൽ വലിയ ചോദ്യങ്ങൾ ചോദിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ പറയുന്നതേ ഉള്ളൂ. അക്കൗണ്ടബിലിറ്റി, കണക്ക് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്ത ബോധം കമ്പനി മാനേജ്മെന്റിന്, ഡയറക്ടർ ബോർഡിന് ഒക്കെ കമ്പനി എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിന് ഉത്തരവാദിത്തത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതലാ ബോധം, കണക്ക് ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്ത ബോധം, അത് ഉണ്ടാകുക എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. 2, ട്രാൻസ്പാരൻസിയാണ്. അതായത് കൃത്യമായ സമയോചിതമായ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നൽകുക. കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അപ്പോഴുള്ള ടൈംലി ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നൽകുക എന്നുള്ളത്, അതിനെ സുതാര്യത ഉറപ്പുവരുത്തുക. ഇതും കോർപ്പറേറ്റ് ഗവർണൻസ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി 3ാമത് ഫെയർനെസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുല്യതയും എല്ലാവരുടെയും നീതിപൂർവമായ പെരുമാറ്റവും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും റെസ്പെക്റ്റും ഒക്കെ കാണിച്ചുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഫെയർനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത് റെസ്പോൺസിബിലിറ്റി ആണ്. ensuring that the company's management and director board act in the best interest of the company. കമ്പനിയുടെ മാനേജ്മെന്റ്, കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഒക്കെ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ആക്ട് ചെയ്യുക എന്നത് ഉറപ്പുവരുത്തുക. ഇതാണ് 4ാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, കമ്പനിയുടെ ഡയറക്ടർ ബോർഡും മാനേജ്മെന്റും ഒക്കെ ഉത്തരവാദിത്തത്തോടുകൂടി കമ്പനിക്ക് ഗുണം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ പെരുമാറണം. അവരവരുടെ സ്വാർത്ഥലാഭം ചിന്തിക്കരുത്. ഇതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊരു നല്ല കാര്യം എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ഗവർണൻസ് നല്ലതാണ് കേട്ടോ ഏതൊരു കമ്പനിയിലും. കാരണം ഇൻവെസ്റ്റേഴ്സിന് കോർപ്പറേറ്റ് ഗവർണൻസ് നടപ്പിലാകുന്ന ഒരു കമ്പനിയിൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കോർപ്പറേറ്റ് ഗവർണൻസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടും. 3ാമത്തേത് ബെറ്റർ റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും. 4ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വർദ്ധിച്ച റെപ്യൂട്ടേഷൻ, എൻഹാൻസ്ഡ് റെപ്യൂട്ടേഷൻ ആണ്. നല്ല പേരും പ്രശസ്തിയും ഇമേജ് ബിൽഡിങ്ങും ഒക്കെ കമ്പനിക്ക് സാധ്യമാകും കോർപ്പറേറ്റ് ഗവർണൻസിലൂടെ. ഇതൊക്കെ കോർപ്പറേറ്റ് ഗവർണൻസിനെ കൊണ്ടുള്ള. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്നുള്ള ഡെഫിനേഷൻ മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഭാവിയിൽ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ച് വലിയൊരു ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. കോർപ്പറേറ്റ് ഗവർണൻസ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് റൂൾസ്, പ്രാക്ടീസസ് ആൻഡ് പ്രോസസ്സസ് ബൈ വിച്ച് ദ കമ്പനി ഈസ് ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. കമ്പനി ഡയറക്റ്റ് ചെയ്യപ്പെടുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായ എല്ലാ റൂൾസും, എല്ലാ പ്രാക്ടീസസും, എല്ലാ പ്രോസസ്സും ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ആണെന്ന് പറയാം. അതിനെല്ലാത്തിനെയും കൂടി ചേർത്താണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അതില് കമ്പനി മാനേജ്മെന്റുമായിട്ട് ഉള്ള ബന്ധമുണ്ട്, കമ്പനിയുടെ ഡയറക്ടർ ബോർഡുമായിട്ടുള്ള ബന്ധമുണ്ട്, കമ്പനിയുടെ ഓഹരി ഉടമകളുമായിട്ടുള്ള ബന്ധമുണ്ട്, കമ്പനിയുടെ മറ്റു ഗുണഭോക്താക്കളായിട്ടുള്ള സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, ഇങ്ങനെയുള്ളവരൊക്കെ കമ്പനിയുടെ ഗുണഭോക്താക്കളാണ്. കമ്പനി നിലനിന്നാൽ അതുകൊണ്ട് ഗുണമുണ്ട് എന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാർ.
ആൻഡ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ അച്ചീവിങ് ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടണം, അതിനുള്ള ഒരു ഫ്രെയിംവർക്കും കൂടിയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അത് ഒന്ന് ഉറപ്പിച്ച് പഠിക്കുക. ആക്ച്വലി 16ാമത്തെ ചോദ്യം മറ്റൊന്നാണ്, നോട്ടിഫൈ ദ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 292A ഓഫ് കമ്പനീസ് ആക്ട്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.